ദൈവസ്തുതി പാടിടാം, എന്നിൽ സ്നേഹം നൽകണേ. ദൈവസ്തുതി പാടിടാം, എന്നിൽ സ്നേഹം നൽകണേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങിയണമേ, നിൻ വിശുദ്ധി എന്റെ കൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എന്റെ കൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവമേ, ഈ സായം സന്ധ്യയിൽ പലയിടങ്ങളിലായി മിസിയോ കുടുംബത്തോടൊപ്പം അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ കൃപകളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. മിസിയോ രക്ഷാധികാരിയായി എല്ലാ തിരക്കുകൾക്കിടയിലും ഞങ്ങളോടൊപ്പമാകാൻ താല്പര്യം കാണിക്കുന്ന ജോയ് ആലപ്പാട് പിതാവിനെയും പിതാവിന്റെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു. ജീവിതയാത്രയിൽ എപ്പോഴും പരിശുദ്ധാത്മാവിനാൽ നയിച്ച് അനുഗ്രഹിക്കണമേ. കൂടാതെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആശീർവദിക്കുന്ന സേവിയർ അച്ഛനെയും സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളാൽ നിറച്ചനുഗ്രഹിക്കണമേ. പ്രത്യേകമായി മിസിയോ കുടുംബത്തെ നയിക്കുന്ന ആലിസൂട്ട് ആന്റിയെയും ടോമിയ ചേട്ടനെയും അവരുടെ കുടുംബാംഗങ്ങളെയും സമർപ്പിക്കുന്നു. അവരെയും എല്ലാ നിയോഗങ്ങളെയും അവരുടെ എല്ലാ നിയോഗങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഇന്ന് ഈ സെക്ഷനുകൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ റിസോഴ്സ് അംഗങ്ങളെയും, ഏറെ പ്രത്യേകമായി ക്ലാസ്സുകൾക്കായി കാതോർത്തിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും എല്ലാ മെന്റേഴ്സിനെയും പ്രത്യേകം സമർപ്പിക്കുന്നു. ഇന്ന് യാതൊരു ഇന്റർനെറ്റിന്റെ തടസ്സങ്ങളൊന്നുമില്ലാതെ മുഴുവൻ സമയവും ശ്രദ്ധയോടെ ആയിരിക്കുവാനും ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. വിശുദ്ധരെ, ദൂതഗണങ്ങളെ, പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭക്തിനിർഭരമായി ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച സെബാസ്റ്റ്യൻ ചേട്ടനും കുടുംബത്തിനും യേശുനാമത്തിൽ നന്ദി പറയുന്നു. ഹൃദയാർദ്രമായി ഗാനം ആലപിച്ചു പ്രാർത്ഥനകൾ കൊണ്ടും ഈ സായം സന്ധ്യയെ ധന്യമാക്കിയ മേഴ്സി ചേച്ചിക്ക് നന്ദി പറയുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ലൂക്ക 1:35 പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അടിസ്ഥാന സുവിശേഷ പ്രഘോഷണത്തിന്റെ 13-ാം ബാച്ചിന്റെ 7-ാം സെഷനിലേക്ക് സുസ്മേരവദനായി അനുഗ്രഹ വിശ്വസുകളും സന്ദേശവും നൽകുവാൻ എത്തുന്ന മാർ ജോയ് ആലപ്പാട്ട് പിതാവിനെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സമാപന ആശീർവാദവും സന്ദേശവും നൽകുവാൻ എത്തുന്ന സേവ്യർ മാന്ദ്ര അച്ഛനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഈ സെഷനിലേക്ക് എത്തുന്ന എല്ലാ മിസിയോ കുടുംബാംഗങ്ങളെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. മിസിയോ കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഈ പ്ലാറ്റ്ഫോമിലൂടെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന
പ്രൊഫസർ CC ആലിസൂട്ട് ആന്റിയെയും എല്ലാ റിസോഴ്സ് ടീം അംഗങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. രക്ഷകനായ യേശുവിനെ സ്വന്തമാക്കുവാനായി നാം ഈശോ മിശിഹായിൽ വിശ്വസിച്ച് പാവങ്ങളെക്കുറിച്ച് അനുതപിച്ച് മാനസാന്തരപ്പെട്ട് ഈശോയെ ഹൃദയത്തിൽ രക്ഷകനായും കർത്താവായും സ്വീകരിച്ച് ആദരം കൊണ്ട് ഏറ്റുപറയണമെന്നും കഴിഞ്ഞ സെഷനിലൂടെ നാം മനസ്സിലാക്കി. അപ്പോൾ ഈശോ തന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് നൽകും. പരിശുദ്ധാത്മാവിനെ നമ്മൾ ഏറെ ദാഹത്തോടും പ്രാർത്ഥനയോടും കൂടി വേണം സ്വീകരിക്കുവാനായിട്ട്. യേശുവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഈ സെഷനിൽ പ്രഘോഷണത്തിനായി ദേവയാനി ചേച്ചിയെ സ്വാഗതം ചെയ്യുന്നു. ക്ഷമിച്ചേക്ക് സ്തുതിയായിരിക്കട്ടെ. പാപങ്ങൾ ഓർത്ത് അനുദപിച്ച് നല്ല കുമ്പസാരം നടത്തി മാനസാന്തരപ്പെട്ട് തീഷ്ണതയോടെ പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന നമ്മിലേക്ക് ഈശോ തന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നൽകും. ദാഹത്തോടെ പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. നമ്മിലുള്ള ദൈവത്തിന്റെ ശക്തിയാണ് പരിശുദ്ധാത്മാവ്. ആദിയിൽ വെള്ളത്തിന് മീതെ ദൈവത്തിന്റെ ചൈതന്യം, അതായത് ആത്മാവ് ചലിച്ചുകൊണ്ടിരുന്നു. ഉണ്ടാകട്ടെ എന്ന ദൈവത്തിന്റെ അരുളപ്പാടൻ സകലതും ഉണ്ടായത് ഈ ശക്തിയാലാണ്. കർത്താവും ജീവദായകനുമായ പരിശുദ്ധാത്മാവ് പലരിലും പല ദൗത്യങ്ങളാണ് ചെയ്തിരുന്നത്. വിക്കനായ മോശയെ ഫറവയുടെ മുൻപിൽ സംസാരിക്കാൻ പ്രാപ്തനാക്കിയതും, അതുപോലെ തന്നെ ചെങ്കടൽ വിഭജിക്കാൻ ശക്തനാക്കിയതും എല്ലാം പരിശുദ്ധാത്മ ശക്തിയാണ്. തന്റെ ഏകജാതനെ ദൈവത്തിന് ബലി കൊടുക്കാൻ അബ്രഹാമിനെ പ്രാപ്തനാക്കിയത് ദൈവത്തിന്റെ ആത്മാവാണ്. മല്ലനായ ഗോലിയാത്തിനെ കീഴടക്കി വധിക്കാൻ ബാലനായ ദാവീദിനൊപ്പം ദൈവത്തിന്റെ ആത്മാവ് കൂടെ ഉണ്ടായിരുന്നു. നീതിയോടെ ഭരിക്കുന്നതിനായി സോളമനെ ആത്മാവ് ജ്ഞാനത്താൽ നിറച്ചിരുന്നു. പ്രാർത്ഥിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിനെ ലഭിക്കുക. ലൂക്ക സുവിശേഷം 3-ാം അധ്യായം 21-ഉം 22-ഉം തിരുവചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഈശോ തന്റെ ജ്ഞാനസ്നാന സമയത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ സ്വർഗം തുറക്കപ്പെടുകയും പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഈശോയുടെ മേൽ വരികയും ചെയ്തു. ലൂക്ക 11:13 ഈശോ പറയുന്നു, സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ദൈവം ആത്മാവിനെ അളന്നല്ല നൽകുന്നത്. അതാണ് ഈശോ പറയുന്നത്, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവർ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന്. ഈ ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ശക്തിയും വ്യക്തിയുമാണ്. യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചത് പരിശുദ്ധാത്മ ശക്തിയിലാണ്. യേശു പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചിരുന്നു. യേശുവിന്റെ ജനനം പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലായിരുന്നതുപോലെ യേശുവിന്റെ ജീവത്യാഗം നടന്നതും പരിശുദ്ധാത്മ ശക്തിയിലാണ്. യേശു മരണശേഷം പിതാവിനാൽ ഉയർത്തെഴുന്നേൽക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താലാണ്. 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം യേശുവിനെ പ്രലോഭകൻ മരുഭൂമിയിലേക്ക് നയിച്ചു. അപ്പോഴും പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടായിരുന്നു. പരിശുദ്ധ മറിയം എലിസബത്തിനെ അഭിവാദനം ചെയ്തപ്പോൾ എലിസബത്തും ഉദരത്തിലുണ്ടായിരുന്ന സ്നാപക യോഹന്നാനും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. യോഹന്നാൻ ഒഴികെ ശിഷ്യരെല്ലാവരും ഓടി അകന്നപ്പോഴും കാൽവരി മലയിൽ കുരിശിനടുത്ത് നിൽക്കാനും സ്വന്തം പുത്രൻ കൊല ചെയ്യപ്പെടുന്നത് കണ്ടു നിൽക്കാൻ പരിശുദ്ധ മറിയത്തിന് കഴിഞ്ഞതും ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ്. പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിച്ചിരുന്ന ശിഷ്യന്മാർ പെന്തക്കോസ്ത് ദിനത്തിൽ രൂപാന്തരപ്പെടുകയും ശക്തിപ്പെടുകയും നിർഭയരായി മാറുകയും ചെയ്തു. അവരുടെ പ്രവർത്തനങ്ങളിൽ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പ്രവാഹമായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവർ സമയം ചെലവഴിച്ചിരുന്നത്. ത്രിത്വത്തിലെ മൂന്നാമനായ ദൈവമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് സർവ്വവ്യാപിയാണ്. നാം എവിടെയായിരുന്നാലും അവിടെയെല്ലാം ഉണ്ടാകും എന്ന് സങ്കീർത്തനം 139 പറയുന്നു. ഏലീശ പ്രവാചകൻ ഗഹസിയോട് പറയുന്നുണ്ടല്ലോ, അവൻ നിന്നെ സ്വീകരിക്കാൻ രഥത്തിൽ നിന്നിറങ്ങിയപ്പോൾ എന്റെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്നില്ലേ എന്ന്. അനന്യാസും സഫീറയും വസ്തു വിറ്റ് ഒരു ഭാഗം മാറ്റിവെച്ച് കളവ് പറഞ്ഞപ്പോഴും
ദൈവത്തിന്റെ ആത്മാവ് അപ്പോഴവിടെ ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവായ ദൈവം സർവജ്ഞാനിയാണ്, എല്ലാം വെളിപ്പെടുത്തുകയും ചെയ്യും. ആത്മാവ് എല്ലാ കാര്യങ്ങളും, ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. പരിശുദ്ധാത്മാവായ ദൈവം സർവശക്തനാണ്. ആദ്യവും അന്ത്യവുമില്ലാത്ത നിത്യാത്മാവാണ്. നമ്മെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത് ഈ സത്യാത്മാവാണ്. പാപത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഈ പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ ഈ പാപത്തെക്കുറിച്ചെല്ലാം ഉള്ള ഒരു ബോധം ഉണ്ടാകണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ടെങ്കിലേ സാധിക്കുള്ളൂ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. യേശു അവൻ എന്നാണ് പരിശുദ്ധാത്മാവിനെ വിളിച്ചിരുന്നത്. അത് 12 തവണ വിളിച്ചിട്ടുണ്ട്. ഒരു വ്യക്തിയിലുള്ള എല്ലാ സവിശേഷതകളും പരിശുദ്ധാത്മാവിനുണ്ട്. അറിവുണ്ടവന്. മനുഷ്യന്റെ അന്തരംഗങ്ങൾ അറിയുന്നതും ദൈവത്തിന്റെ ചിന്തകൾ ഗ്രഹിക്കാൻ കഴിയുന്നതും പരിശുദ്ധാത്മാവിനാണ്. പരിശുദ്ധാത്മാവിന് ഇച്ഛയുണ്ട്. തന്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേകം ദാനങ്ങൾ നൽകുന്നു എന്ന് 1 കൊരിന്ത്യർ 12:11 പറയുന്നു. നാമും തീക്ഷ്ണമായി പ്രാർത്ഥിക്കുമ്പോൾ ഈ ദാനങ്ങൾ ലഭിക്കും. ആത്മാവ് ദൈവഹിതം അനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. പരിശുദ്ധാത്മാവിന് സംസാരിക്കാൻ കഴിവുണ്ട്. പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കാൻ ശ്രദ്ധിച്ചാൽ നമ്മൾക്കും കഴിയും. പരിശുദ്ധാത്മാവ് നമ്മുടെ പല പ്രവർത്തനങ്ങളിലും വിഷമിക്കുന്നുണ്ട്. എഫേസ്യസ് 4:30 പറയുന്നുണ്ട്, നമ്മുടെ രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് എന്ന്. രക്ഷയുടെ ദിനത്തിനായി നമ്മെ മുദ്രിതരാക്കിയത് ഈ പരിശുദ്ധാത്മാവാണ്. അത് നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമാണ്. ഈ പരിശുദ്ധാത്മാവ് യേശുവുമായി അടുത്ത ബന്ധം കൊണ്ടുവരും. യേശു കർത്താവാണ് എന്ന് പ്രഖ്യാപിക്കാൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ ഇടയാക്കുന്നതും പരിശുദ്ധാത്മാവാണ്. പിതാവെന്ന് മനസ്സിലാക്കി തരുന്നതും ഈ പരിശുദ്ധാത്മാവാണ്. ഈശോ തന്നെ നമ്മോട് പറയുന്നുണ്ട് യോഹന്നാൻ 14:16 പരിശുദ്ധാത്മാവ് സഹായകനാണ് എന്ന്. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. പിതാവ് തരുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എന്നേക്കും നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. അതാണ് എന്നേക്കും. നമുക്കറിയാം, പഴയ നിയമത്തിൽ സാവൂൾ, സാംസൺ, സോളമൻ ഇവരൊക്കെയും ദൈവം പറഞ്ഞതിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും അരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയും ദൈവഹിതം അന്വേഷിക്കാതെ പലതും ചെയ്തപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവരെ വിട്ടുപോയി. എന്നാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവ് എന്നേക്കും നമ്മോട് കൂടെ ഉണ്ടായിരിക്കാൻ തന്ന സഹായകനാണ്. നമ്മൾ സ്വീകരിച്ച ആദ്യ കൂദാശയായ മാമോദിസയിലൂടെ നമുക്ക് ലഭിച്ച ഈ പരിശുദ്ധാത്മാവിനെ സ്ഥൈര്യലേപനത്തിലൂടെ സ്ഥിരപ്പെടുത്തിയതാണ്. നമ്മൾ കൗദാശിക ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുമ്പസാരിക്കുകയും അതുപോലെ നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അവിടെ ഉജ്ജ്വലിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും പാപം ചെയ്യുമ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കുകയാണ് ചെയ്യുന്നത്. നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവചനം വൃഥായല്ല. എനിക്കുള്ളതല്ല ഈ പരിശുദ്ധാത്മാവ് എന്ന ചിന്ത ആരിലെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പ്രലോഭനമായി വേണം കരുതാൻ. കാരണം വിശുദ്ധ ഗ്രന്ഥ പ്രകാരം പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ ദൈവം എല്ലാവർക്കും വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്ന്. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ശക്തി പ്രാപിക്കും എന്നാണ്. അവർ ഓടിയാലും തളരുകയില്ല, ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. കർത്താവിന്റെ ആത്മാവ് കൂടെ ഉണ്ടായിരുന്നതിനാലാണ് ഏലിയ പ്രവാചകന് ആഹാസ് രാജാവിന്റെ രഥത്തിന് മുൻപേ ഓടുവാൻ സാധിച്ചത്. സഹായകനായ പരിശുദ്ധാത്മാവിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു കാര്യം ഓർക്കുന്നു. കോവിഡിന് മുൻപ്
കർണാടകയിൽ ഒരു സ്കൂളിൽ ഞാൻ പഠിപ്പിച്ചിരുന്നു. അവിടെ ഇംഗ്ലീഷും സയൻസും ആണ് പഠിപ്പിച്ചിരുന്നത്. സയൻസ് ഹയർ ക്ലാസ്സിൽ ബയോളജി. അപ്പോഴവിടെ എനിക്കാണെങ്കിൽ കന്നഡ അറിയില്ല, കുട്ടികൾക്ക് മലയാളം അറിയില്ല. പഠിപ്പിക്കേണ്ടത് ഇംഗ്ലീഷാണ്. പക്ഷേ എങ്കിലും അവരുടെ മാതൃഭാഷയിൽ ഒന്നും തന്നെ പറഞ്ഞു കൊടുക്കാൻ എനിക്കറിയില്ലായിരുന്നു. ഞാൻ എല്ലാ ദിവസവും 1 മണിക്കൂർ രാവിലെ മുട്ടുവെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, കൊന്തയിൽ പ്രാർത്ഥിക്കുമായിരുന്നു, കുരിശന്റെ വഴി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ കർത്താവിനോട് പറയും, കർത്താവെ എന്നെ സഹായിക്കണം. പരിശുദ്ധാത്മാവിനോട് പറയും, പരിശുദ്ധാത്മാവെ അങ്ങ് എന്റെ കൂടെ വന്നില്ലെങ്കിൽ എനിക്ക് പഠിപ്പിക്കാൻ സാധിക്കുകയില്ല, ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അങ്ങനെ ആ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ പഠിപ്പിക്കാൻ കഴിഞ്ഞു. സ്മാർട്ട് ക്ലാസ്, ഡിജിറ്റൽ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാല് റിസൾട്ട് ഡേയുടെ അന്ന് എന്റെ ക്ലാസ്സിലെ 2 കുട്ടികൾ എന്നോടൊപ്പം സഹായിക്കാൻ രാവിലെ എന്നോടൊപ്പം ഉണ്ടായിരിക്കും. അവിടെയുള്ള പേരൻസിന് മിക്കവാറും എല്ലാവർക്കും ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ അറിയാം. ഏതായാലും ഇംഗ്ലീഷും ഹിന്ദിയും അറിയാമെന്നത് കന്നഡ മാത്രം സംസാരിക്കുന്ന പേരൻസ് വരുമ്പോൾ ഈ കുട്ടികൾ എന്നെ സഹായിക്കും. അപ്പോൾ ഇവിടുത്തെ പോലല്ല, അവിടെ ആണെങ്കിലും പേരൻസും ആരും കുട്ടികളൊന്നും മലയാളികളായിട്ടുള്ള ടീച്ചേഴ്സിനെ അങ്ങനെ കളിയാക്കിയോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയോ ഒന്നുമില്ല. പേരൻസ് ഒക്കെ ആണെങ്കിൽ എല്ലാവരും വരും. അവര് വലിയ ആഘോഷമായിട്ട് കുടുംബസമേതമാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ സമയത്തൊക്കെയും പിടിച്ചു നിൽക്കാൻ ശക്തിപ്പെടുത്തിയത്, സഹായിച്ചത് സഹായകനായ പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് നമ്മെ ഉത്തേജിപ്പിക്കും. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങൾ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. നമ്മുടെ ജീവിതത്തിലും ഇതൊക്കെയും സാധിക്കും. മോശയ്ക്ക് 120-ാം വയസ്സിലും കാഴ്ചശക്തി കുറഞ്ഞിരുന്നില്ല. ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുന്നതിന് വൃദ്ധരായിട്ടുള്ള സാറായുടെയും അബ്രഹാത്തിന്റെയും സാറായുടെയും ആ ശരീരത്തെ ദൈവം ഉത്തേജിപ്പിച്ചു. ഈ പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ പഠിപ്പിക്കും. എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും എന്ന് ഈശോ പറയുന്നു. 1 യോഹന്നാൻ 2:27 ഇപ്രകാരം പറയുന്നു, ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു. അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. അവന്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും. അതുപോലെ ഈ പരിശുദ്ധാത്മാവ് നമുക്ക് എല്ലാം വെളിപ്പെടുത്തി തരും. വചനങ്ങളുടെ ചുരുൾ അഴിയുന്നതും അത് പ്രവഹിക്കുന്നതും പരിശുദ്ധാത്മാവിൽ നിന്നാണ്. പെട്ടകം എങ്ങനെ നിർമ്മിക്കണമെന്ന് നോഹയ്ക്കും ദേവാലയം എങ്ങനെ നിർമ്മിക്കണമെന്ന് ദേവാലയം എങ്ങനെ നിർമ്മിക്കണമെന്ന് സോളമനും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. പരിശുദ്ധാത്മാവ് നമ്മെ ആശ്വസിപ്പിക്കുന്നവനാണ്, ആശ്വാസദായകനാണ്. യോഹന്നാൻ അപ്പോസ്തലനെ പാത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തിയപ്പോൾ തന്റെ സാന്നിധ്യവും വെളിപാടുകളുമായി അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചത് പരിശുദ്ധാത്മാവായിരുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിക്കും. തെറ്റായ ചൂട് വയ്ക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വിലക്കും. യേശുവിൽ ദൈവവചനം പ്രഘോഷിക്കുന്നതിൽ നിന്ന് പരിശുദ്ധാത്മാവ് പൗലോസ് അപ്പോസ്തലനെ വിലക്കുന്നതായി അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നാം കാണുന്നു. വീണ്ടും അവർ ബഥാനിയയിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ യേശുവിന്റെ ആത്മാവ് അവരെ അനുവദിക്കുന്നില്ല. ഈ പരിശുദ്ധാത്മാവ് ഒരു അഭിഭാഷകനാണ്, നമുക്ക് വേണ്ടി വാദിക്കും. ഈശോ തന്നെ പ്രകാരം പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് നയിക്കപ്പെടുമ്പോൾ, ഏൽപ്പിച്ചു കൊടുക്കപ്പെടുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്ത് പറയണമെന്നോ ആകുലപ്പെടേണ്ട. അപ്പോൾ നിങ്ങളല്ല, നിങ്ങളുടെ പിതാവിന്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവ് പകരക്കാരനാണ്. നമ്മുടെ കഴിവ് നശിക്കുമ്പോഴും നമ്മുടെ ബലഹീനതകളിൽ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊള്ളും. പരിശുദ്ധാത്മാവ് നമ്മെ വിശ്വാസത്തിൽ, പ്രത്യാശയിൽ, ആഹ്ലാദത്തിൽ നടത്തുന്നു, സ്നേഹത്തിലൂടെ നടത്തുന്നു, നമ്മെ വിശുദ്ധിയിലൂടെ നടത്തിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെ പോലെ മറ്റൊരു മനുഷ്യനെ കണ്ടെത്തുവാൻ കഴിയുമോ എന്നാണ് ജോസഫിനെ കുറിച്ച് ഫറവോ പറഞ്ഞത്. ഏലീശ
ഏലിയ പ്രവാചകനോട് പറഞ്ഞത് അങ്ങയുടെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് ലഭിക്കട്ടെ എന്നായിരുന്നു. മോശയുടെ ആഗ്രഹം എല്ലാവരും ആത്മാവിനാൽ നിറയണമെന്നായിരുന്നു. വ്യക്തിയായ സഹായകനായ പരിശുദ്ധാത്മാവ് കൂടെ ആയിരിക്കാൻ പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങൾക്കായി നാം തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്ക് വ്യക്തിപരമായിട്ട് പലപ്പോഴും അനുഭവിച്ചറിയാൻ കഴിയും. അത് ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ നല്ല തണുപ്പായി, നല്ല ചൂടായി, അതുമല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്നത് പോലുള്ള അനുഭവങ്ങളായിരിക്കും. ചിലപ്പോൾ ചില പ്രതീകങ്ങളായിട്ട്, ചില സ്വരങ്ങളായിട്ട്, ചില വാക്കുകൾ എഴുതി കാണിക്കുക, ഇതൊക്കെ നമുക്ക് അനുഭവപ്പെടും. പ്രാർത്ഥിക്കുകയോ സ്തുതിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നാവിന് കുഴച്ചിൽ അനുഭവപ്പെടുകയും നമുക്ക് അറിയാൻ പാടില്ലാത്ത വാക്കുകളും വാചകങ്ങളും മറ്റു ഭാഷകളിലുള്ള വാക്കുകളും വാചകങ്ങളും ഒക്കെയും പ്രാർത്ഥനയായി പുറത്തു വരികയും ചെയ്യും. വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രതീകങ്ങൾ ജലം, നദി, അഗ്നി, പ്രാവ് ഇവയൊക്കെയാണ്. നമ്മിലുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ എഫേസ്യസ് 1:20 ഇപ്രകാരം പറയുന്നുണ്ട്: ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ വലത്തുവശത്തിരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ്. ആ ശക്തിയാണ് നമ്മളിലുള്ളത്. അപ്പോൾ ആ ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ കുറിച്ച് പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. ഈശോയിലുണ്ടായിരുന്ന അതേ പരിശുദ്ധാത്മ ശക്തി നമ്മളിൽ നിറഞ്ഞിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതിനായി നാം തീവ്രമായി തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കണം. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് സ്വയം സമർപ്പിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവിനെ ലഭിക്കുക. എന്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ എന്റെ ആത്മാവിനെ വർഷിക്കും എന്ന് അപ്പോസ്തല പ്രവർത്തനം 2:18 പറയുന്നു. പരിശുദ്ധ മറിയത്തിന് ദാസിയുടെ മനോഭാവമായിരുന്നു. ദാസ്യ മനോഭാവത്തോടെ യേശുവിനെ കർത്താവായി സ്വീകരിച്ച് സമർപ്പണ ജീവിതത്തിന് തയ്യാറെടുക്കുന്നവരിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, അതിനായി നമ്മളെ എല്ലാവരും നമ്മളിലുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൂടുതലായിട്ട് ഉണ്ടാകാൻ വേണ്ടി സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ത്രിത്വത്തിലും മൂന്നാമത്തെ വ്യക്തിയായ പരിശുദ്ധാത്മാവിനെ എങ്ങനെ ഏറെ തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥിച്ച് സ്വന്തമാക്കണമെന്നും കോവിഡ് കാലത്ത് അന്യ സംസ്ഥാനത്തിൽ ആയിരുന്ന അവസ്ഥയിൽ തനിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ മേൽ എങ്ങനെ പരിശുദ്ധാത്മാവ് സഹായകനായി എന്നും ദേവയാനി ചേച്ചി നമ്മൾക്ക് വ്യക്തമാക്കി തന്നു. റോമ 5:5 പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. കാരണം നമ്മൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ 16:13 സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ എങ്ങനെ ശക്തി പ്രാപിക്കണമെന്നും അവിടുത്തെ സാന്നിധ്യം അറിയണമെന്നും നിത്യജീവിതത്തിൽ സഹായകനായ പരിശുദ്ധാത്മാവിനെ എങ്ങനെ അനുഭവിച്ചറിയാമെന്നും സ്ലൈഡ് പ്രസന്റേഷനിലൂടെ പങ്കുവയ്ക്കാനായി ലിസമ്മ ചേച്ചിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പിതാവായ ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്പത്താണ്, സൗജന്യദാനമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ പിതാവ് നമുക്ക് നൽകിയ നമ്മളിൽ ആ ദൈവസ്നേഹ അനുഭവം നിറച്ചതിനെ പറ്റിയാണ് നമ്മളിപ്പോൾ ദേവേനയുടെ പ്രൊക്ലമേഷനെ കൂടെ കേട്ടുകൊണ്ടിരുന്നത്. പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്തെ പറ്റി, പരിശുദ്ധാത്മാവെന്നുള്ള വ്യക്തിയെ പറ്റി വിശുദ്ധ ഗ്രന്ഥം എന്താണ് പറയുന്നതെന്നുള്ളത് നമുക്ക് ഒന്ന് കാണാനായിട്ട് ശ്രമിക്കാം. നമുക്കറിയാം, പരിശുദ്ധാത്മാവ് വേദപുസ്തകത്തിൽ, വിശുദ്ധ ഗ്രന്ഥത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ഭാഗങ്ങളിൽ ഈ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇപ്പം
ഉൽപ്പത്തി പുസ്തകം 1:2 വചനം പറയുന്നത്, ദൈവത്തിന്റെ ചൈതന്യം ജലത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. അതെ, പരിശുദ്ധാത്മാവെന്നുള്ള ശക്തി ദൈവത്തിന്റെ ചൈതന്യമാണ്. ഭൂമിക്ക് രൂപം നൽകിയതും ഭൂമിയിലെ പ്രകാശമുണ്ടായതും എല്ലാം പരിശുദ്ധാത്മാവിന്റെ ആ ഒരു ശക്തി കൊണ്ടാണ്. പരിശുദ്ധാത്മാവ് ആ വെള്ളത്തിന്മേൽ ശക്തിയായി നിറഞ്ഞപ്പോഴാണ് ഭൂമിക്ക് രൂപവും ആ ഒരു ഷേപ്പും ഒക്കെ ഉണ്ടായത്. അപ്പോൾ പരിശുദ്ധാത്മ ശക്തി എന്ന് പറയുന്നത് ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്ന ശക്തി, ദൈവത്തിന്റെ ശക്തി, എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ ചൈതന്യമാണെന്നുള്ളത് വിശുദ്ധ വേദ പുസ്തകം സാക്ഷ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, രൂപരഹിതമായ ആ ഭൂമിക്ക് രൂപം കൊടുത്ത് അതിനെ ചലനാത്മകമാക്കിയത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ പറ്റി നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ എഴുതപ്പെട്ടത് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താലാണ്. പരിശുദ്ധാത്മാവാണ് ആ വേദപുസ്തകത്തിലെ എല്ലാ ഭാഗങ്ങളും എഴുതുവാനായിട്ട് ഓരോ വ്യക്തികളെയും പ്രചോദനം നൽകിയത്. അങ്ങനെ നിറസാന്നിധ്യമായിട്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പഴയ നിയമത്തില് പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തികളിലും ഓരോ ദൗത്യം നിർവഹിക്കാനായിട്ട് ഓരോ വ്യക്തികളെ പ്രചോദിപ്പിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ദൈവം തെരഞ്ഞെടുത്ത ചില വ്യക്തികള്, ഉദാഹരണത്തിന് അബ്രഹാം, മോശ, ജോഷുവ, ഗദയോൻ, സാബൂള്, ദാവീദ്, സോളമൻ, പ്രവാചകന്മാർ, ഇതുപോലുള്ള ഓരോ വ്യക്തികളെയും ഓരോ പ്രത്യേക ദൗത്യം നിർവഹിക്കാനായിട്ട് ദൈവം തെരഞ്ഞെടുക്കുകയും ആ ദൗത്യ നിർവഹണത്തില് പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാല് ഈ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്, പരിശുദ്ധാത്മാവ് നിറസാന്നിധ്യമായിട്ട് ഈശോയുടെ ജനനം മുതല് ഈശോയുടെ മരണവും പുനരുത്ഥാനവും എല്ലാം വരെ, അതുപോലെ തന്നെ ആ സ്വർഗാരോഹണ സമയത്തും ആ പരിശുദ്ധാത്മാവിന്റെ ആ നിറസാന്നിധ്യം ഈശോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈശോയിൽ മാത്രമല്ല, ശിഷ്യന്മാരിലും അതുപോലെ പരിശുദ്ധ അമ്മയിലും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണ് ആ ദൈവേഷത്തിന് തന്നെ സമർപ്പിക്കുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ശക്തി ഒരു വ്യക്തിയാണെന്നും ഒരു ശക്തിയാണെന്നും നമ്മുടെ നിത്യ സഹായകനാണെന്നും വിശുദ്ധ വേദ പുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ യേശുവിൽ നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരിലൂടെ തന്റെ പ്രവർത്തനം തുടരുന്നു. ഇന്ന് സഭയില് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടക്കുന്നത് നമ്മൾ ഓരോ വ്യക്തികളിലും കൂടെയാണ്. പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകാനായിട്ട് പിതാവായ ദൈവം ആഗ്രഹത്തോടെ കാത്തിരിക്കുകയാണ്. ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് വിശ്വസിച്ച്, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നമ്മുടെ ജീവിതം യേശുവിന് സമർപ്പിച്ചുകൊണ്ട് യേശുവിനെ നമ്മൾ രക്ഷകനും നാഥനുമായിട്ട് ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും പിതാവായ ദൈവം തൻ്റെ പുത്രനിലൂടെ നമുക്ക് നൽകുന്ന വലിയ സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് നമ്മളില് പ്രവർത്തിക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വേറൊരു വ്യക്തിയായിട്ട് തന്നെ മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 17, 18, 19 പറയുകയാണ്,
നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്തു വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. വചനം തുടർന്ന് പറയുകയാണ്, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല. അതായത് ഈശോ തന്റെ പീഡാനുഭവത്തെ പറ്റി പറയുന്ന ഭാഗത്താണ് ഈ വചനങ്ങളൊക്കെ എന്ന് നമുക്കറിയാം. അപ്പം ആ തന്റെ കുരിശുമരണം കഴിഞ്ഞ് ഈ ലോകത്തിൽ നിന്ന് ഈശോ പോകുമ്പോൾ ഒരു അനാഥത്വം ശിഷ്യർക്കുണ്ടാവരുത് എന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുവാനും കൂടിയാണ് യേശു ഈ വചനം പറയുന്നത്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അപ്പൊ ആ അനാഥരായിട്ട് ഉള്ള അവസ്ഥയിൽ നിന്ന് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കാനായിട്ട് പിതാവായ ദൈവം തന്റെ പുത്രനിലൂടെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം തിരുവചനം പറയുന്നത്, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. നോക്കൂ, ഈ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ഒരു സഹായകനാണ്. നമ്മളോട് കൂടെ എപ്പോഴും ആയിരുന്നുകൊണ്ട് നമ്മളെ സഹായിക്കാനായിട്ട് ദൈവ സാന്നിധ്യമാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് വചനം തുടർന്ന് പറയുന്നത് 14-ാം അധ്യായത്തില് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം വചനം പറയുന്നത്, എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. നമുക്ക് ജ്ഞാനം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കും. അറിവില്ല എന്നുള്ള നമ്മളുടെ ചിന്തകളെ നന്ന് മാറ്റിവെച്ചുകൊണ്ട് പരിശുദ്ധാത്മാവെ എന്നിൽ നിറയണമേ എന്ന് നമ്മൾ ദാഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ പരിശുദ്ധാത്മാവിന്റെ നിറവില് ജ്ഞാനത്താൽ നമ്മളെ നിറയ്ക്കുന്നത് പരിശുദ്ധാത്മാവ് എന്നുള്ള വ്യക്തിയാണ്. അതാണ് 2 കൊറിന്ത്യൻസ് 1:21 മുതൽ 22 വരെയുള്ള തിരുവചനത്തിൽ കാണുന്നത്, ഞങ്ങളെ നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ സ്ഥാപിച്ചിരിക്കുന്നതും അഭിഷേകം ചെയ്തിരിക്കുന്നതും ദൈവമാണ്. അവിടുന്ന് നമ്മിൽ തൻ്റെ മുദ്ര പതിക്കുകയും അച്ചാരമായിട്ട് തൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു. അതായത്, മകനെ മകളെ നീ എൻ്റെ സ്വന്തമാണ്, നിന്നെ ഞാൻ സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളത് ഒരു അടയാളമായിട്ട്, അതിൻ്റെ അടയാളമായിട്ട്, അതായത് പിതാവായ ദൈവത്തിന്റെ ആ സ്നേഹം നമ്മളില് മുദ്ര വെച്ചിരിക്കുകയാണ് പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിയിലൂടെ, അല്ലെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിക്കൊണ്ട്. നമുക്കറിയാം, നമ്മൾ ഈ പരിശുദ്ധാത്മാവിനെ മാമോദീസായിൽ സ്വീകരിക്കുന്നതാണ്. ശൈലലേപനത്തിലൂടെ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മൾ പ്രകടമാകുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ പരിശുദ്ധാത്മാവ് നിറവുണ്ടാകാനായിട്ടാണ് നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത്. അപ്പൊ യേശുവിൽ നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാരിലൂടെ ആദിമസഭയിലെ പ്രവർത്തനനിരതമായി ഇന്ന് നമ്മൾ ഓരോ വ്യക്തിയിലൂടെയുമാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടക്കുന്നത്. പരിശുദ്ധാത്മ ശക്തി ഇല്ലാണ്ട് സഭയ്ക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പൊ സഭയിലെ എല്ലാ പ്രവർത്തനങ്ങളും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് നടക്കുന്നതെന്നും പരിശുദ്ധാത്മ നിറവിലാണ് ആയിരിക്കണം സഭ പ്രവർത്തിക്കുന്നതെന്നുള്ളത് എന്നുള്ള ബോധ്യമാണ് നമുക്ക് നൽകുന്നത്. അപ്പൊ ഈ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാനായിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരുങ്ങേണ്ടതെന്നുള്ളതാണ് തുടർന്നുള്ള സ്ലൈഡുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. ഇപ്പം ആത്മാവിനെ സ്വീകരിക്കാനായിട്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ തെറ്റുകൾ ഓർത്ത് പശ്ചാത്തപിക്കുക. അത് നമ്മളുടെ ആ ഓരോ തെറ്റുകളുടെ ആ സാഹചര്യങ്ങള് ഓർത്ത് ഈശോയുടെ മാപ്പ് അപേക്ഷിച്ച് യേശുവുമായിട്ട് അനുരഞ്ജനപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് ആ പരിശുദ്ധാത്മാവിന്റെ ദാനം നമുക്ക് ലഭിക്കും. അതുപോലെ പരിശുദ്ധാത്മാവ് എന്നുള്ള ആ ദാനം വലിയൊരു സൗജന്യമായിട്ട് നമുക്ക് ദൈവം നൽകുന്നതാണ്. അല്ലാണ്ട് നമ്മുടെ ആരുടെയും കഴിവ് കൊണ്ടോ നമ്മുടെ ആരുടെയും നന്മ കൊണ്ടോ അല്ലെ നമ്മുടെ ആരുടെയും പ്രാർത്ഥന കൊണ്ടോ ഒന്നുമല്ല.
ദൈവം നൽകുന്ന ദാനമാണ് പരിശുദ്ധാത്മാവ്. അപ്പൊ ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കണം. എത്ര ആഗ്രഹത്തോടെ നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു, ആ ഒരു നിറവ് നമുക്ക് അനുഭവവേദ്യമാകുകയും ചെയ്യും. വീണ്ടും നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കണമെന്നുള്ള തീവ്രമായിട്ടുള്ള ദാഹം നമുക്ക് ഉണ്ടാകുകയും പരിശുദ്ധാത്മാവെ എന്നെ നിറയണമേ എന്ന് നമ്മൾ ആഗ്രഹത്തോടെ ചോദിച്ചു വാങ്ങുകയും ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിച്ചാല് തീർച്ചയായിട്ടും പിതാവായ ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകും, എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ട് ഞാൻ പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കണം. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, പ്രതീക്ഷയോടെ കാത്തിരിക്കണം. നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുമ്പോൾ ദൈവത്തിന്റെ സമയം അതിനായിട്ട് നമ്മൾ കാത്തിരിക്കുക. അങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം തൻ്റെ പരിശുദ്ധാത്മ ശക്തിയെ നമുക്ക് നൽകും. തീർച്ചയായിട്ടും ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് ഞാനൊരു പാപിയാണ്, എനിക്കൊരു യോഗ്യതയില്ല, അപ്പം എൻ്റെ തെറ്റുകളെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ എനിക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കില്ല എന്ന് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ യോഗ്യതയില്ലെന്ന് കരുതരുത്. കാരണം ഇത് നമ്മുടെ ആരുടെയും യോഗ്യത കൊണ്ടല്ല, ദൈവത്തിന്റെ സൗജന്യ ദാനമാണ്. ഇപ്പൊ പരിശുദ്ധാത്മാവിനെ ലഭിക്കാനായിട്ട് പശ്ചാത്തലിക്കണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതിനെപ്പറ്റി അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ പറയുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം, പെന്തക്കോസ്താ ദിനത്തില് പത്രോസ്ലീഹ ഈ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ കൂടിയിരുന്ന ജനസമൂഹത്തോട് മുഴുവൻ പറയുകയാണ്, നിങ്ങൾ കുരിശിൽ തറച്ചു വന്ന യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തി. അപ്പൊ ഇത് ശക്തമായ ഭാഷയില് യേശുവിന്റെ ആ കുരിശുമരണത്തെയും ഉത്ഥാനത്തെയും പറ്റി പ്രഘോഷിച്ചപ്പോഴത്തേക്ക് അത് കേട്ടിരുന്ന ജനങ്ങള് അവര് ഹൃദയം തകർന്ന് പത്രോസിനോടും മറ്റു അപ്പോസ്തലന്മാരോടും ചോദിക്കുകയാണ്, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതായത് ഈ പരിശുദ്ധാത്മ ശക്തി ഞങ്ങളിൽ നിറയാനായിട്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ പത്രോസ് പറയുകയാണ്, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അതെ, തീർച്ചയായിട്ടും പശ്ചാത്തപിക്കുന്ന ഏതൊരു വ്യക്തിക്കും പരിശുദ്ധാത്മാവ് എന്ന ദാനം പിതാവായ ദൈവം നൽകും എന്ന് ഈ വചനം നമ്മളോട് വളരെ കൃത്യമായിട്ട് ശക്തമായിട്ട് ബോധ്യപ്പെടുത്തുകയാണ്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് വെളിപാട് പുസ്തകം 21:6 തിരുവചനമാണ്. വെളിപാട് പുസ്തകത്തിൽ പറയുന്നത്, ദാഹിക്കുന്നവന് ജീവജലത്തിന്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. അതെ, പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് തീവ്രമായിട്ട് ദാഹിച്ചാൽ മതി. പിതാവായ ദൈവം ഇങ്ങനെ കാത്തിരിക്കുകയാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകുവാനായിട്ട്. അപ്പൊ അതുകൊണ്ട് സൗജന്യമായിട്ട് നമുക്ക് നൽകുന്ന ഈ ദാനം നമ്മൾ ദാഹത്തോടെ സ്വീകരിക്കുക, ദാഹത്തോടെ ചോദിച്ചു വാങ്ങുക. ലൂക്ക 11:13 വചനം പറയുന്നത്, മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. നമുക്കറിയാം, നമ്മുടെ മക്കള് നമ്മളോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവര് ചോദിക്കുന്നതിനപ്പുറം അവർക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് നമ്മളെല്ലാവരും പരിശ്രമിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ പിതാവായ ദൈവം നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി യാചിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ തരാതിരിക്കുക എന്നാണ് ഈ വചനം നമ്മളോട് പറയുന്നത്. എൻ്റെ ഒരു അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ മിസ്സിയ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം അലിസേച്ചി എന്നോട് പറഞ്ഞു, ലിസമ്മേ, പരിശുദ്ധാത്മാവിന്റെ ക്ലാസ് എടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി, എനിക്ക് പരിശുദ്ധാത്മാവിനെ പറ്റി എടുക്കാൻ ഒന്നും അറിയത്തില്ല, ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല, എനിക്ക് അറിയില്ല. കാരണം എനിക്ക് പരിശുദ്ധാത്മാവിനെ എനിക്ക് ഈശോയുടെ അത്രയും സ്വാതന്ത്ര്യം എനിക്ക് പരിശുദ്ധാത്മാവിനോട് തോന്നിയിരുന്നില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ പേടിയാണ്. കാരണം പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങൾ ക്ഷമിക്കുകയില്ല എന്നുള്ള വചനം എന്നെ ഇങ്ങനെ എപ്പോഴും മനസ്സിലിങ്ങനെ കടന്നു വരുമായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ചേച്ചിയോട് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, അതൊന്ന് കണക്കാക്കണ്ട, പരിശുദ്ധാത്മാവിന്റെ ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ക്ലാസ്സിനായിട്ട്
പല പ്രാവശ്യം ഒരുങ്ങി എന്താ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഏതായാലും അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ആ പരിശുദ്ധാത്മാവിന്റെ ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പരിശുദ്ധാത്മാവിനോട് ഒരു പ്രത്യേക ഒരു താല്പര്യം തോന്നി. പിന്നെ ഞാൻ തുടർന്നുള്ള എൻ്റെ പിന്നെ ഓരോ ദിവസങ്ങളിലും പരിശുദ്ധാത്മാവിനോട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ ആയിരിക്കണേ. അപ്പൊ ഓരോ ദിവസവും ആ പരിശുദ്ധാത്മാവിൽ വളരാനായിട്ടുള്ള വലിയൊരു കൃപയും അനുഗ്രഹവുമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. ഇത് എൻ്റെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിങ്ങനെ ഇത് പ്രോഗ്രാം കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ എൻ്റെ ഹസ്ബൻഡ് ജെയിംസിനോട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനോട് എന്ത് പ്രതിസന്ധി വന്നാലും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ജെയിംസും അതുപോലെ പിന്നെ പരിശുദ്ധാത്മാവിനോട് എന്നിട്ട് എന്നോട് ഇടയ്ക്ക് പറയും, ഞാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു, അപ്പം എൻ്റെ ഈ തടസ്സം നീങ്ങിക്കിട്ടി. അപ്പൊ അങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ നിരന്തരമായിട്ട് ഇടപെടുന്ന, നമ്മളോട് കൂടെ നിന്നുകൊണ്ട് നമ്മുടെ ഒരു സുഹൃത്തിനെ പോലെ എന്ത് ആവശ്യങ്ങളിലും നമ്മളോട് ചേർന്ന് നിന്ന് നമ്മളെ സഹായിക്കുന്ന ദൈവിക ശക്തിയാണ് പരിശുദ്ധാത്മാവ്. ഇപ്പൊ വേറെ ചെറിയൊരു അനുഭവം പറഞ്ഞാൽ, കഴിഞ്ഞ 2 ദിവസം മുമ്പ് ശക്തമായ മഴ പെയ്തപ്പോഴത്തേക്ക് ഇതുപോലെ ഞങ്ങൾ താമസിക്കുന്നിടത്ത് ബെഡ്റൂമിനകത്ത് AC-യിൽ കൂടെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ വെള്ളം വരാണ്ട് യാതൊരു സാധ്യതയില്ല. വെള്ളം വരിക എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 5-6 ബക്കറ്റ് വെള്ളം പിടിച്ചു കളഞ്ഞു. വീണ്ടും അതേ വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഒരു 10-20 ബക്കറ്റ് വെള്ളം ഞങ്ങൾ രണ്ടാളും കൂടെ ഇതുപോലെ പിടിച്ചു കളഞ്ഞ് മുറി അടയ്ക്കും, വീണ്ടും ഇത് ബെഡ്റൂമെല്ലാം ഇങ്ങനെ നനഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഇതുപോലെ ഒരു തോന്നലുണ്ട്, ഈ വെള്ളം വരണമെങ്കിൽ മേളിൽ നിന്ന് മാത്രമേ വരാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഓടി മേളിലത്തെ ഫ്ലാറ്റിൽ പോയി. അതുവരെ ഞാൻ അവിടെ പോയിട്ടേ ഇല്ലാത്തതാണ്. അവിടെ ചെന്ന് ഞാൻ അവരോട് പറഞ്ഞു, ഇതുപോലെ ഞങ്ങളുടെ ബെഡ്റൂമിലൊക്കെ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുക, അപ്പം പിന്നെ മേളിൽ എവിടെയോ പൈപ്പ് ബ്ലോക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കട്ടെ എന്ന്. അപ്പൊ അവര് പറഞ്ഞില്ല, അവരുടെ പൈപ്പൊന്നും ഇങ്ങോട്ട് കൊടുത്തിട്ടില്ല. നോക്കിയപ്പോ ഒരു പാരപ്പറ്റ്, ആ പാരപ്പറ്റിൽ ഒരു മുട്ടറ്റം വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുക. ഞാൻ പെട്ടെന്ന് ആ പാരപ്പറ്റില് ഊർന്നിറങ്ങി ഒരു ബക്കറ്റ് മേടിച്ച് ഒരു 10-20 ബക്കറ്റ് വെള്ളം അവിടുന്ന് കോരി കളഞ്ഞ് താഴെ വന്നപ്പോഴാണ് ഈ പിന്നെ ബെഡ്റൂമിലേക്കുള്ള ആ വെള്ളത്തിന്റെ ഒഴുക്ക് നിന്നത്. ഞാൻ ഇത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ആ കൃത്യസമയത്ത് ഒരു പ്രതിസന്ധി വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പരിശുദ്ധാത്മാവ് നമുക്ക് തോന്നിപ്പിച്ചു തരും. അങ്ങനെ നമ്മളുടെ ആ പ്രതിസന്ധിയിൽ മാത്രമല്ല, എപ്പോഴും നമ്മളുടെ കൂടെ നിന്ന് നമ്മളെ സഹായിക്കുന്ന ദൈവിക ശക്തിയാണ് പരിശുദ്ധാത്മാവ്. ഇതെനിക്ക് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നത്. കാരണം നമ്മളെല്ലാവരും അനുഭവിച്ചറിയേണ്ട ദൈവിക സാന്നിധ്യമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്ന് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം വളരെ സുഖകരമായിട്ടുള്ള, സ്വാതന്ത്ര്യത്തോടെ, സന്തോഷത്തോടെ ഒരു സെലിബ്രേറ്റിംഗ് ക്രിസ്ത്യനായിട്ട് ജീവിക്കാനായിട്ടുള്ള വലിയ കൃപ ദൈവം നമുക്ക് നൽകുന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ലൂക്കാ 11:13 ഈ പ്രാരംഭനം പറയുന്നത്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും യോഹന്നാൻ 7:37 തിരുവചനം. തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തില് യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അതെ, ദാഹത്തോടെ നമ്മളെ സമീപിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം പരിശുദ്ധാത്മാവിനെ നൽകും എന്നുള്ളതാണ്. വീണ്ടും റോമാലേഖനം 10:12 പറയുന്നത്, നിങ്ങൾ വിശ്വസിച്ച് വിളിച്ചപേക്ഷിക്കണം. അതെ, അവിടെ വചനം പറയുന്നത് യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല, ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ, അതായത് അവന്റെ മഹിമയോ അവന്റെ പാപമോ അവന്റെ കുറവോ അവന്റെ സ്ഥാനമോ ഒന്നും നോക്കുന്നില്ല. വിജാതീയനാണോ, പുറംജാതിക്കാരനാണോ, പ്രീശനാണോ, യഹൂദനാണോ, ഒന്നും ഒരു വ്യത്യാസവും ഇല്ലാണ്ട് കർത്താവ് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ ദൈവത്തിന്റെ സമ്പത്താണ് പരിശുദ്ധാത്മാവിനെ വർഷിക്കും എന്നാണ് വചനം പറയുന്നത്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത്, നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി യാചിക്കുമ്പോൾ പ്രതീക്ഷയോടെ കാത്തിരിക്കണം. അതാണ് അപ്പോസ്തല പ്രവർത്തനം 1:4-5 തിരുവചനം പറയുന്നത്. അതായത് ഈശോ പുനരുത്ഥാനം കഴിഞ്ഞ് നമുക്കറിയാം ശിഷ്യന്മാരോടൊപ്പം 40 ദിവസം അവരോട് കൂടെയായിരുന്നു. അങ്ങനെ അവന് ഭക്ഷണത്തിനിരിക്കുമ്പോൾ ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങൾ ജെറുസലം വിട്ടു പോകരുത്, കാരണം
എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിനെ പരിശുദ്ധാത്മാവിനെ പറ്റി നേരത്തെ തന്നെ വാഗ്ദാനം ചെയ്തിരുന്നു. അപ്പൊ ഈശോ പറയാണ്, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം ഏൽക്കും. അപ്പൊ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കണം എന്നുള്ളത് വചനം നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മള് സ്വീകരിക്കാനായിട്ട് യോഗ്യതയില്ലെന്ന് ഒരിക്കലും കരുതരുത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആരുടെയും യോഗ്യതയല്ല, തമ്പുരാന്റെ ദാനമാണ്. അപ്പൊ പരിശുദ്ധാത്മാവിനെ നമ്മളങ്ങ് സ്വീകരിച്ചാൽ മാത്രം മതി, നമ്മുടെ യോഗ്യത അവിടെ കണക്കാക്കരുത് എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 19:6. അപ്പൊ പൗലോസ് അവരുടെ മേൽ കൈകൾ വെച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. അതായത് വിജാതീയരായിട്ടുള്ള ആൾക്കാരുടെ മേലില് പൗലോസ്ലീഹ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് പരിശുദ്ധാത്മാവ് അവരെ നിറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇനി അങ്ങനെയാണ് അവർക്ക് സ്നാനം കൊടുക്കാതിരിക്കുന്നത് എന്നാണ് അടുത്ത വചനം അവിടെ പറയുന്നത്. അങ്ങനെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് റോമ 5:5 തിരുവചനം പറയുന്നത്. ദൈവസ്നേഹ അനുഭവത്തില് ദൈവസ്നേഹം നമ്മളിൽ നിറയുകയാണ്. അതായത് ആ യഥാർത്ഥത്തിലുള്ള ദൈവിക സ്നേഹം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറയുമ്പോഴാണ്. അപ്പൊ റോമ 5:5 വചനം പറയുന്ന പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അതേ സഹോദരങ്ങളെ, നമുക്ക് ആ ദൈവിക സ്നേഹം അതിന്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുമ്പോഴാണ്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുമ്പോഴത്തേക്ക് നമുക്ക് പാപബോധം ഉണ്ടാകുന്നു. നമ്മൾ ചെയ്ത ഓരോ തെറ്റുകളെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു. അതുപോലെ നീതിബോധവും പശ്ചാത്താപവും നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ കൃപ കൊണ്ട് മാത്രമാണ് നമുക്ക് നീതിയോടെ പ്രവർത്തിക്കാനും നമ്മുടെ തെറ്റുകൾ ഓർത്ത് പശ്ചാത്താപിക്കാനുള്ള അവസരം ലഭിക്കുന്നത്. വീണ്ടും വലിയൊരു തിരിച്ചറിവ് നമുക്കുണ്ടാക്കുന്നു. അതായത് നമ്മൾ ആരാണെന്നുള്ള തിരിച്ചറിവ്. ഞാൻ ചെറിയ ആളൊന്നുമല്ല, ഞാൻ എൻ്റെ ദൈവത്തിന്റെ മകളാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ മകനാണ് എന്നുള്ള ആ വലിയ ബോധ്യം നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പൊ അതാണ് റോമ 8:16 തിരുവചനം പറയുന്നത്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെ എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. അപ്പം നമ്മുടെ പിതാവ് ദൈവമാണ്, പിതാവായ ദൈവത്തിന്റെ മകനാണ്, അല്ലെ മകളാണ് ഞാനെന്നുള്ള വലിയ ബോധ്യം നമുക്ക് നൽകിക്കൊണ്ട് ആ ഒരു ദൈവ സ്നേഹം അനുഭവിക്കാനായിട്ട് നമ്മളെ പ്രാപ്തരാക്കുന്ന പരിശുദ്ധാത്മാവാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു പൂർണ്ണമായ വിടുതൽ അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. വലിയൊരു സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട്. കാരണം എല്ലാം ദൈവത്തിന് സമർപ്പിച്ചു കഴിയുമ്പോഴത്തേക്ക് ഒന്നിനെ പറ്റിയും ആകുലപ്പെടാണ്ട് വളരെ സ്വതന്ത്രമായിട്ട് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അതാണ് യോഹന്നാന്റെ സുവിശേഷം 3:8 തിരുവചനം പറയുന്നത്, കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, നീ അതിന്റെ ശബ്ദം കേൾക്കുന്നു, എന്നാൽ അതെവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നു. അതായത് നമ്മൾ ആരും കാറ്റ് കണ്ടിട്ടില്ല, പക്ഷേ കാറ്റടിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും. അപ്പൊ ഇതുപോലെയാണ് ഒരു കാറ്റ് പോലെ പറന്ന് നടന്ന് വളരെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനായിട്ട് നമ്മളെ പ്രാപ്തരാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ വിശ്വാസം ആഴപ്പെടുത്താനും ആ വിശ്വാസത്തില് നമ്മളെ വളർത്താനും നമ്മളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവാണ്. അതായത് 1 കൊറിന്ത്യൻസ് 12:3 തിരുവചനം പറയാണ്, യേശു കർത്താവാണ് എന്ന് പറയുവാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതെ, നമുക്ക് ആ ദൈവത്തെ ഏറ്റുപറയാനായിട്ട്, യേശു കർത്താവാണെന്ന് ഏറ്റുപറയാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ കൃപ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിലുള്ള ക്രിസ്തു ശിഷ്യരായി നമ്മൾ ഓരോരുത്തരും രൂപപ്പെടും. അതായത് യഥാർത്ഥത്തിലുള്ള ക്രിസ്തു ശിഷ്യൻ എന്ന് പറഞ്ഞാല് നമ്മളെ സ്നേഹിക്കുന്ന പോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുക. നമ്മൾ എല്ലാവരും പരസ്പരം സഹോദരങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ ആവശ്യങ്ങളില്, അവരുടെ ബുദ്ധിമുട്ടുകളില്
എപ്പോഴും അവർക്ക് സ്വാന്തനമായിട്ട്, സ്നേഹമായിട്ട്, സഹായമായിട്ട് കൂടെ ആവാനായിട്ട്, അങ്ങനെ യഥാദിമ ക്രൈസ്തവ സഭയിലുള്ള ആ ഒരു സ്നേഹ കൂട്ടായ്മയിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിറയുമ്പോഴാണ്. നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്താണ്? നിത്യജീവനും സ്വർഗ സൗഭാഗ്യവും ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കാനായിട്ടും, അതുപോലെ തന്നെ ആ ക്രൈസ്തവ പൂർണ്ണതയിലേക്ക് വളർന്നുകൊണ്ട് ഓരോ നിമിഷവും ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കാനായിട്ടുള്ള കൃപ നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ വിശുദ്ധീകരിക്കുകയും വിശുദ്ധിയിൽ വളർത്തുകയും നമ്മളുടെ ദൗത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ്, നമുക്കറിയാം ഈശോ നമ്മളെ ഏൽപ്പിച്ച രണ്ട് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുക. അപ്പൊ അങ്ങനെ നമ്മളെ ഏൽപ്പിച്ചേക്കുന്ന ആ വലിയ ദൗത്യത്തെ പറ്റി ബോധ്യപ്പെടുത്തിക്കൊണ്ട് സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് നമ്മളെ പ്രാപ്തരാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഹോളി സ്പിരിറ്റ് ഈസ് ദ പ്രിൻസിപ്പൽ ഏജന്റ് ഓഫ് ഇവാഞ്ചലൈസേഷൻ എന്നാണ്. അതായത് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലാണ്ട് സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് ആർക്കും സാധിക്കുകയില്ല. വചനം നമ്മൾ ധ്യാനിച്ചുകൊണ്ട് വചനം പ്രഘോഷിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പരിശുദ്ധാത്മാവിന്റെ ശക്തി വേണം. അപ്പൊ അങ്ങനെ പരിശുദ്ധ ത്രിത്വത്തിന്റെ സഹവാസ അനുഭവം നമുക്ക് ലഭിക്കുകയും നമ്മൾ ഓരോരുത്തരും ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറുകയും ചെയ്യുകയാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുമ്പോൾ. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും വരങ്ങളും നമ്മൾ നിറഞ്ഞുകൊണ്ട് നമ്മൾ യേശുവിൻ്റെ ആ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് യേശുവിൽ നമ്മളെ വളർത്താനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു. അപ്പൊ അതാണ് ഫ്രാൻസിസ് പാപ്പ പറയുന്നത്, യേശുവിൻ്റെ മനസ്സിനും അവന്റെ സുവിശേഷത്തിനും അനുസൃതമായി അനുദിനം ജീവിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പരിശുദ്ധാത്മാവിനോട് അപേക്ഷിക്കാം. അതേ സ്നേഹമുള്ളവരെ, ഈ ലോകം പൊതുഭവനമാണെന്നും നമ്മളെല്ലാവരും ഒരപ്പന്റെ മക്കളാണെന്നുള്ള തിരിച്ചറിവ്, വലിയൊരു തിരിച്ചറിവില് പരസ്പരം സ്നേഹിച്ചും ദൈവസ്നേഹം അനുഭവിച്ചും അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ചും ജീവിക്കാനായിട്ട് നമുക്ക് ആ പരിശുദ്ധാത്മാവിന്റെ നിറവ് ലഭിക്കുവാനായിട്ട് നമ്മുടെ മനസ്സിനെ തന്നെ നമുക്ക് ഒരുക്കാം. നമ്മുടെ തെറ്റുകൾ ഓർത്ത് മനസ്തപിച്ച് അതിനെപ്പറ്റി അനുതപിച്ച് യേശുവിനെ ജീവിതം സമർപ്പിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ദൈവം തൻ്റെ ദാനമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകും. അപ്പൊ ഈ പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥനയോടെ, ദാഹത്തോടെ, ആഗ്രഹത്തോടെ തീർച്ചയായിട്ടും പിതാവായ ദൈവം നമുക്ക് നൽകുമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള പ്രതീക്ഷയോടെയും വിശ്വാസത്തോടെയും കൂടെ ആയിരിക്കാം. എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിന്റെ നിറവ് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. മിനി ജോയ് പിതാവ് കുറച്ച് സമയമായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. പിതാവേ, പിതാവ് സമയമില്ലാത്ത സമയത്ത് ഓടി വന്ന ഞങ്ങൾക്കറിയാം. അതിനിടയ്ക്ക് പ്രസന്റേഷൻ ആയി പോയതുകൊണ്ടാണ് താമസിച്ചത്. ഓക്കെ, എല്ലാവർക്കും വളരെ നമസ്കാരം, നന്ദി. നിങ്ങളെ ഒരുമിച്ച് വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ ഈ വിഷയം പരിശുദ്ധാത്മാവാണ് എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന ഒരു വിഷയമാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ഒട്ടും നിർത്താൻ പറ്റാത്ത ഒരു വിഷയമാണത്. നമ്മുടെ സഹോദരി ലിസമ്മ അത് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചത് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. എത്രയോ ഭംഗിയായിട്ട് അവരത് അത് ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. ലിസമ്മ പ്രത്യേകം നന്ദി പറയുകയാണ്. ആത്മായരായ നിങ്ങൾക്ക് ഇത്രയും വളരെ നല്ല രീതിയിൽ ദൈവവചനം പറയാനായിട്ട് കഴിയുന്നു എന്നുള്ളത് നമ്മുടെ സഭയുടെ ഒരു വലിയ ശക്തിയായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. വളരെ ലളിതമായും സവിസ്തരവും അവർ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ഞാൻ പ്രത്യേകം നന്ദി പറയട്ടെ. അപ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ എനിക്ക് ഇന്ന് നിർത്താൻ പറ്റില്ല, അത്ര ഒരുപാട് ഉണ്ട്. പിന്നെ നിങ്ങളിപ്പോൾ ഇത്രയും സവിസ്തരം നിങ്ങൾ കേട്ടത് കൊണ്ട് ഇനിയിപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വീണ്ടും ആവർത്തിച്ച് പറയുന്നില്ല. ഇതൊരു പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടമാണിത്.
സഭാപിതാക്കന്മാര് പറഞ്ഞിരിക്കുന്നത് യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം അവിടുത്തെ സ്വർഗാരോഹണത്തിന് ശേഷമുള്ള കാലഘട്ടങ്ങളത്തെ പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടമായിട്ടാണ് നമ്മൾ കാണുക. നമുക്കറിയാം പഴയ നിയമത്തിലെ സൃഷ്ടി മുതലുള്ള കാലഘട്ടത്തിലെ പിതാവായ ദൈവത്തിൻ്റെ കൂടുതൽ സാന്നിധ്യവും ഇടപെടലുകളുമാണ് പഴയ നിയമത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ അതിനുശേഷം ഈശോയുടെ വരവോടുകൂടി കുറച്ച് കാലഘട്ടത്തിൽ ഈശോ നമ്മോടുകൂടി അവിടുന്ന് ആയിരുന്ന കാലഘട്ടത്തിൽ പുത്രനായ ദൈവത്തിൻ്റെ ഇടപെടലുകളും ദൈവത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയതും നമ്മൾ പഠിച്ചതും നമ്മോടുകൂടി ആയിരുന്നപ്പോൾ ഉണ്ടായ സംഭവങ്ങളെല്ലാം നമ്മൾ സുവിശേഷത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദാറ്റ് വാസ് എ ടൈം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ദ സൺ ഓഫ് ഗോഡ്. ദൈവപുത്രന്റെ പുത്രനായ ദൈവത്തിന്റെ ഇടപെടലുകൾ, മനുഷ്യ ചരിത്രത്തിലെ ഇടപെടലാണ് അതിൽ കൂടുതൽ തെളിവായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷമുള്ള കാലഘട്ടം പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് പ്രത്യേകമായിട്ടും വെളിവാകുന്നത് ഹൗ ദ ഹോളി സ്പിരിറ്റ് ലീഡ്സ് അസ്, അത് സഭയിലൂടെ എങ്ങനെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഞാനൊരു സഹായകനെ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോ അവരിൽ നിന്ന് എടുക്കപ്പെട്ടത്. അപ്പോൾ ആ സഹായകൻ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വന്ന് നമ്മുടെ ഈ ലോകത്തെ മുഴുവൻ അവിടുന്ന് വിശുദ്ധീകരിക്കുവാനായിട്ട്, മാറ്റം വരുത്തുവാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നിർഭാഗ്യവശാൽ നമ്മളുടെ സഭയിൽ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനങ്ങൾ കുറേ കാലങ്ങൾക്ക് മുൻപ് വരെ അത്ര വ്യക്തമല്ലായിരുന്നു. നമ്മൾ അതിനെക്കുറിച്ച് പൊതുവെ നിശബ്ദതയായിരുന്നു നമ്മൾ പാലിച്ചിരുന്നത്. എന്നാൽ നമുക്കറിയാം നമ്മളുടെ വത്തിക്കാൻ കൗൺസിലിന് ശേഷം ഉണ്ടായ വലിയ ഒരു തുറവിയിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുവാനും ചിന്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും പഠിക്കുവാനും ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് നമ്മൾ കരിസ്മാറ്റിക് നവീകരണം പോലുള്ള പല നവീകരണ സംരംഭങ്ങളിൽ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനങ്ങൾ കൂടുതൽ വ്യക്തമാവുകയുണ്ടായി. കുറെ കൂടി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. അപ്പോൾ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നത്, നമ്മളെ വളർത്തുന്നത്? ഇതൊക്കെ ഇന്ന് കുറെ കൂടി പഴയ ഞാനൊക്കെ വേദപാഠ ക്ലാസ്സുകളിൽ അത്രയും എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്നും അധികം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ ഈ ധ്യാന സംരംഭങ്ങളിലൂടെയാണ് കൂടുതലായിട്ട് ഞാൻ പഠിച്ചത്. അങ്ങനെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഭവമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്തുമാത്രം ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ഈ ധ്യാന സംരംഭങ്ങളിലൂടെയും കൂട്ടായ പ്രാർത്ഥനകളിലൂടെയും ഒക്കെയാണ്. അപ്പോൾ ഇന്ന് നമ്മെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ ഞായറാഴ്ച നമ്മൾ ട്രിനിറ്റി സൺഡേ ആയിട്ടാണ് സഭയിൽ ആഘോഷിക്കുന്നത്. ഇപ്പൊ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ 3 വ്യക്തികളെ ഉൾക്കൊള്ളുന്ന ഒരു സംയുക്തമാണ് ദൈവം എന്നുള്ള നമ്മുടെ വിശ്വാസം. അപ്പൊ ആ വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് നമ്മുടെ വിശ്വാസം കെട്ടിപ്പടുക്കപ്പെട്ടിരിക്കുന്നത് ഈ അടിത്തറയിലാണ്. അപ്പൊ പരിശുദ്ധാത്മാവാണ് ഇന്നത്തെ നമ്മെ നയിക്കുന്ന പ്രധാന പ്രചോദക ശക്തി എല്ലാ കാര്യങ്ങളിലും. ഞാൻ ഒത്തിരി ഇനി ബൈബിളിൻ്റെ ഭാഗങ്ങൾ പറഞ്ഞ് അധികം നീട്ടുന്നില്ല. എനിക്ക് ഇന്നിപ്പോൾ ഒരു ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ കൺഫർമേഷന് വേണ്ടി ഞാൻ നിൽക്കുകയാണ്. ഒരു 15 മിനിറ്റും കൂടി എനിക്ക് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ വന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവാണ് നമ്മുടെ സഭയെ നയിക്കുന്നത്, നമ്മുടെ സമൂഹത്തെ നയിക്കേണ്ടത്, നമ്മുടെ രാഷ്ട്രത്തെ നയിക്കേണ്ടത്, നമ്മുടെ ഭരണാധികാരികളെ നയിക്കേണ്ടത്, നമുക്ക് നേതൃത്വം നൽകുന്ന എല്ലാവരെയും നയിക്കേണ്ടത്, നമ്മുടെ കുടുംബങ്ങളിൽ പോലും നമ്മുടെ മാതാപിതാക്കളെയും ഒക്കെ നയിക്കേണ്ടത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. നമുക്കറിയാം നമ്മളുടെ 2 തരം കലണ്ടർ സഭയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് കർത്താവിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കലണ്ടർ ഉണ്ട്. അതിലാണ് നമ്മുടെ ക്രിസ്മസ്, ഈസ്റ്റർ, പെന്തക്കസ്ത, സ്വർഗാരോഹണം ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള പെരുന്നാളുകൾ അല്ലെങ്കിൽ തിരുനാളുകൾ വരുന്നത്. അപ്പൊ ആ തിരുനാളുകളിലൂടെ നമ്മൾ കൂടുതൽ ഈശോയിലേക്ക് അടുക്കുകയാണ്. അപ്പൊ പെന്തക്കസ്ത തിരുനാളിലെ നമ്മൾ ഈശോയെ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് ഒരു പുതിയ മനുഷ്യരായിട്ട് നമ്മൾ മാറുവാനായിട്ട് സഭ ആഗ്രഹിക്കുകയാണ്.
അത് മാറ്റുന്ന ഘടകം എന്താണ്? അത് പരിശുദ്ധാത്മാവാണ്. അപ്പൊ മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകിയില്ല എന്ന് കർത്താവ് ചോദിക്കുന്നതിന്റെ കാരണം നമ്മളുടെ എല്ലാ പ്രാർത്ഥനകളുടെയും കണ്ടന്റ് ഈ പരിശുദ്ധാത്മാവാണ്. അപ്പൊ ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ ട്രിഗർ ചെയ്യുന്നത്, നമ്മളിൽ ത്വരിപ്പിക്കുന്നത്, അതിനെ പ്രവർത്തനോന്മുഖമാക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകളാണ്. അപ്പൊ നമ്മൾ എപ്പോഴെല്ലാം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വരും, തനിച്ചായാലും ഒരുമിച്ചായാലും സമൂഹമായിട്ടായാലും നമ്മൾ കുർബാനയ്ക്ക് വരുന്നതായാലും എപ്പോഴെല്ലാം നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് അണയുന്നുവോ അപ്പോഴെല്ലാം നമ്മളിലുള്ള ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഉജ്ജീവിപ്പിക്കുകയാണ്. അപ്പൊ ആ പ്രാർത്ഥനകളിലൂടെയാണ് നമുക്ക് അതിനെ ഉജ്ജീവിപ്പിക്കാൻ സാധിക്കുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവും പ്രാർത്ഥനയും വളരെ അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ നമ്മളെ സഹിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്, ഇപ്പോ ക്രൈസ്തവ ജീവിതത്തിലെ ഒരു വലിയ ഒരു നേട്ടമാണ് നമുക്ക് സഹിക്കാൻ കഴിയുക എന്നുള്ളത്. അതിന് നമ്മെ പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മെ സഹായിക്കുന്നത്, നമ്മെ ശക്തരാക്കുന്നത് ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. നമ്മളിൽ ദൈവം നമുക്ക് നൽകുന്ന പരിശുദ്ധാത്മാവ് വഴിയാണ് നമുക്ക് സഹിക്കുവാനായിട്ടുള്ള ശക്തി തരുന്നത്. ഈ ആത്മാവിന്റെ പ്രചോദനം ഇല്ലാത്തവര് എപ്പോഴും ശപിക്കുന്നവരായി തീരും. സഹിക്കുന്നതിന് പകരം അവർ ഇതെല്ലാം നാശമായല്ലോ എന്ന് പറയുന്ന പ്രകൃതിയായിരിക്കും അവർക്കുണ്ടാകും. അപ്പൊ നമുക്ക് സഹിക്കാനുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് മനസ്സിലാക്കിക്കോ, ദാറ്റ് കംസ് ഫ്രം ദ ഹോളി സ്പിരിറ്റ്. അത് ഹോളി സ്പിരിറ്റിൽ നിന്നാണ് നമുക്ക് സഹിക്കാനുള്ള ശക്തി നമുക്ക് കിട്ടുന്നത്. അതുപോലെ സ്നേഹിക്കാനായിട്ട് നമുക്ക് കിട്ടുന്ന ശക്തി പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അപ്പോൾ സ്നേഹിക്കാനും സഹിക്കാനും ക്ഷമിക്കുവാനും, ഇന്ന് ലോകത്തിലെ എല്ലാ തിന്മകളുടെയും അല്ലെ എല്ലാ അസമാധാനത്തിന്റെയും കാരണം എന്താണ്? ആരും ക്ഷമിക്കാൻ തയ്യാറില്ല എന്നുള്ളതാണ്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ പ്രകടമാകുമ്പോൾ നമുക്ക് ക്ഷമിക്കുവാനുള്ള ശക്തി കിട്ടും. അങ്ങനെ നമ്മുടെ കുടുംബങ്ങളിലായാലും സമൂഹത്തിലായാലും രാഷ്ട്രത്തിലായാലും ഒക്കെ ഈ ക്ഷമയുടെ ഒരു ശക്തി നമുക്ക് കിട്ടണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. അതുപോലെ പരിശുദ്ധാത്മാവ് നമ്മെ പ്രേരിപ്പിക്കുമ്പോഴാണ് നമുക്ക് പാപബോധം ഉണ്ടാകുന്നത്. മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്, ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ ഒരു കുറവ് അതിന് പാപബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത ഒരു കാര്യം തെറ്റാണ് എന്ന് ഏറ്റു പറയാനായിട്ട് നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ അത് നമ്മൾ കണ്ടിട്ടില്ലേ, പലരും അതിനെയൊക്കെ മൂടി വെക്കാനായിട്ട് ശ്രമിക്കുന്നവര്, അല്ലെങ്കിൽ അതിനെ മറികടക്കാനായിട്ട് ശ്രമിക്കുന്നവര്, നമ്മൾ ചെയ്ത തെറ്റിനെയൊക്കെ മറികടക്കാനും അതിനെ ന്യായീകരിക്കാനും ഒക്കെ ശ്രമിക്കുന്ന ചില ആളുകളൊക്കെ നമ്മുടെ ചുറ്റിൽ നമുക്ക് കാണാം, അല്ലെങ്കിൽ നമ്മളിൽ തന്നെ വർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കുറ്റം നമ്മൾ ഏറ്റു പറയാനായിട്ട് ഐ എം സോറി എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മളിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനം നമ്മളിൽ ഉണ്ട് എന്നുള്ളതാണ്, അപ്പോഴാണ്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ നമ്മുടെ പ്രായോഗികമായ മേഖലകളിൽ, നമ്മുടെ അനുദിന ജീവിത മേഖലകളിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ് ഈ പരിശുദ്ധാത്മാവിന്റെ സഹവാസം അല്ലെങ്കിൽ സഹായം എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് ലഭിക്കുന്നത് ചോദിപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തുക, മുട്ടുമേ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മുട്ടേണ്ടതും ചോദിക്കേണ്ടതും അന്വേഷിക്കേണ്ടതും നമ്മളിലുള്ള ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അപ്പൊ ആ പരിശുദ്ധാത്മാവ് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മാമോദീസ എന്ന കുദാശയിലൂടെ നമുക്ക് നൽകിയിട്ടുണ്ട്. കൂടാതെ കൺഫർമേഷൻ സൈഡ് ലേവനം എന്ന കുദാശ വഴി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ മൂടി വയ്ക്കുകയോ അല്ലെങ്കിൽ മറച്ചു വയ്ക്കുകയോ അവഗണിക്കുകയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ക്രൈസ്തവ ജീവിതം ആസ്വദിക്കുവാൻ സാധിക്കാത്തത്. വാസ്തവം പറഞ്ഞ ക്രൈസ്തവ ജീവിതം വളരെ പ്ലസന്റ്, വളരെ നല്ല, നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു എൻജോയബിൾ ലൈഫാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതം. പക്ഷെ നമുക്കത് സന്തോഷിക്കാനോ നമുക്കത് ആസ്വദിക്കാനോ നമുക്ക് സാധിക്കുന്നില്ലാത്തതിന്റെ കാരണം നമ്മളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ലാത്തത് കൊണ്ടാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ദാനമാണ് ഈ പരിശുദ്ധാത്മാവ്. നമ്മൾ സന്തോഷമായിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ സമാധാനത്തിൽ കഴിയണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിന് ദൈവം നമുക്ക് ഇത്രയും മനോഹരമായ ഒരു ആത്മാവിനെ നമുക്ക് തന്ന് നമ്മെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ പ്രാർത്ഥനയിലൂടെ ഉജ്ജീവിപ്പിക്കാം. അതുകൊണ്ടാണ് പൗലോസ് തിമോത്തിയോട് പറഞ്ഞത്, നിനക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ വരം നീ ഉജ്ജ്വലിപ്പിക്കണം.
അപ്പോൾ പ്രാർത്ഥനയിലൂടെ ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് കൂടുതലായിട്ട് ഉജ്ജ്വലിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ നമ്മൾ ക്രൈസ്തവ ജീവിതം ശരിക്കും നമ്മൾ ആസ്വദിക്കും. നമുക്ക് അതിൽ ഇവിടെ തന്നെ നമുക്ക് സ്വർഗം ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ആ സ്വർഗത്തിലേക്കുള്ള നമ്മുടെ ഒരു കവാടമാണ് നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ദാനങ്ങളും ധാരാളമായി നിങ്ങളിൽ ഉണ്ടാകട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോയെ, ഈ ദിവസം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ഞങ്ങൾ അങ്ങയുടെ നന്ദി പറയുന്നു. അവിടുന്ന് ഞങ്ങളോടൊപ്പം ആയിരിക്കണമേ. അങ്ങേ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. അങ്ങേ അരൂപി വന്നു കഴിയുമ്പോൾ ഭൂമുഖം പുതുതാകുകയുമല്ലോ. കർത്താവെ, അവിടുന്ന് ആഗ്രഹിക്കുന്ന നവീകരണം ഞങ്ങളിൽ സംഭവിക്കുവാൻ അങ്ങേ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഞങ്ങൾ വിശദീകൃതരാകുവാൻ അങ്ങേ ആത്മാവിൻ്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണല്ലോ. ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ ക്ലേശങ്ങൾ ഏറ്റെടുക്കുവാൻ ഞങ്ങൾക്ക് ആത്മാവിൻ്റെ സഹായം ഉണ്ടാകുമ്പോൾ വളരെ സാധ്യമാണല്ലോ. കർത്താവെ, ആ ആത്മാവിനെ ഞങ്ങൾ ഇന്ന് ഒരിക്കലും എടുത്തു കളയരുതേ. ആത്മാവിനെ കൂടുതൽ ഉജ്ജീവിപ്പിക്കുവാനായിട്ട് ഞങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ. ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും അങ്ങയുടെ മുഖം ദർശിക്കുവാൻ ഈ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങളുടെ എല്ലാ സംരംഭങ്ങളിലും ഈ ആത്മാവിൻ്റെ സാന്നിധ്യവും സഹവാസവും ഞങ്ങൾക്ക് എപ്പോഴും ശക്തി പകരുന്നതായി തീരുകയും ചെയ്യട്ടെ. ഞങ്ങൾ പരിശുദ്ധ മറിയത്തെ ആനയിച്ച പരിശുദ്ധാത്മാവ്, യൗസേപ്പിനെ ആനയിച്ച പരിശുദ്ധാത്മാവ്, സ്നാപക യോഹന്നാനെ ആനയിച്ച പരിശുദ്ധാത്മാവ്, അപ്പസ്തോലന്മാരെ ആനയിച്ച പരിശുദ്ധാത്മാവ് ഇന്ന് ഞങ്ങളെ നയിക്കുകയും ഞങ്ങളെ വിശുദ്ധിയിലേക്ക് വളർത്തുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ എത്രമാത്രം പ്രാധാന്യം നൽകണമെന്നും നമ്മുടെ ജീവിതം സന്തോഷകരമല്ലാതിരിക്കാനുള്ള കാരണം തന്നെ പരിശുദ്ധാത്മാവ് നമ്മളില്ലാത്തതിന്റെ കുറവാണെന്നും വ്യക്തമാക്കിയും നമ്മളെ ആശീർവദിച്ച് അനുഗ്രഹിക്കുകയും ചെയ്ത പിതാവെ, അങ്ങേക്ക് ഒത്തിരി നന്ദി. താങ്ക് യു കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു കുർബാനയ്ക്ക് പോകാൻ സമയമായി. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. എനിക്ക് ഇത് കുറെ കൂടി കേട്ടാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. നിങ്ങളിന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ ഐ വാസ് സോ എക്സൈറ്റഡ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ പിന്നെ ഇനി അടുത്ത പ്രാവശ്യവും നമുക്ക് കാണാം. എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കട്ടെ കേട്ടോ. എല്ലാവർക്കും സന്തോഷമാണല്ലോ. താങ്ക് യു പിതാവേ. എല്ലാവരും സന്തോഷമായിട്ട്. ഓക്കെ. വളരെ ഹൃദ്യമായും ഹൃദയസ്പർശിയായും സ്ലൈഡ് പ്രസന്റേഷനിലൂടെ പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് അനുഭവവേദ്യമാക്കി തന്ന ലിസമ്മ ചേച്ചിക്ക് ഒത്തിരി നന്ദി. നമ്മള് നാളെ പരിശുദ്ധത്തിന്റെ തിരുനാളൊക്കെ ഒരുങ്ങുമ്പോൾ ഏതായാലും വളരെ നമ്മള് എല്ലാ പ്രാവശ്യവും നമ്മളുടെ ഭംഗിയായിട്ട് എല്ലാം അറേഞ്ച്ഡായി വരുന്നുണ്ട്. ദേവയാനിയുടെ പ്രഘോഷണത്തിലൂടെയും ലിസമ്മയുടെ പ്രസന്റേഷനിലൂടെയും പിതാവിന്റെ ഷെയറിങ്ങിലൂടെയും എല്ലാം നമുക്ക് ആ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു അഭിഷേകമൊക്കെ ലഭിക്കാൻ തക്ക നല്ല ഒരുക്കമായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരാഴ്ചയില് നമുക്ക് പറഞ്ഞല്ലോ, മാമോദീസായിൽ നമ്മൾ സ്വീകരിച്ച പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തനക്ഷമമായി ശരിക്കും നമ്മൾ ആക്റ്റീവ് ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരാൻ ഉള്ള അവസരമാണ്. അപ്പൊ ഈ ഒരാഴ്ച നമുക്ക് ഒത്തിരി ആഗ്രഹത്തോടെ ഈശോ പറഞ്ഞില്ലേ, നിങ്ങൾ ദുഷ്ടരായ നിങ്ങൾ പോലും മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ അറിയുന്നുണ്ടെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് ഇതിനോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായിട്ട് പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല എന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചോദിച്ചാലും പരിശുദ്ധാത്മാവിനെ തരുന്ന പിതാവ് തീർച്ചയായിട്ടും നമുക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് ഈ ആഴ്ചയിൽ തരും. നല്ലോണം നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കേട്ടു, നല്ലോണം ക്ഷമിക്കണം, പാപങ്ങളെ കുറിച്ച് അനുഭവിച്ച് കുമ്പസാരിക്കണം, ജീവിതം മുഴുവൻ കർത്താവിന് കൊടുക്കണം. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഈശോമിശിഹാ വന്നതും പറഞ്ഞതും ചെയ്തതും എല്ലാം ജീവന്റെ സമൃദ്ധി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്ക് തരാൻ വേണ്ടിയാ. നമ്മളൊന്ന് ദാഹിക്കുകയും ആഗ്രഹിക്കുകയും ചോദിക്കുകയും കൂടെ ചെയ്താൽ ഉറപ്പാ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണെങ്കിലും വരാൻ കാത്തു നിൽക്കുക. ഈശോ അതിനു വേണ്ടി ഇതെല്ലാം ചെയ്തത്, പിതാവാണെ അതിനു വേണ്ടിയാ ഈശോ ഇങ്ങോട്ട് വിട്ടതും ഒക്കെ. അപ്പം ഈ ആഴ്ച നമുക്ക് ആ മാമോദീസായിൽ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ ആ അഭിഷേക അനുഭവം ആക്റ്റീവ് ആകാൻ, അതൊന്ന് ഉജ്ജ്വലിക്കാൻ ഉള്ള അവസരമാകട്ടെ. നമുക്ക് നമ്മുടെ നമ്മുടെ കയ്യിലായിരിക്കുന്നത് ദൈവം ഇങ്ങനെ കൊതിച്ചിരിക്കുക ഇങ്ങോട്ട് നമുക്ക് തരാനും നമ്മളുടെ ഉള്ളിലേക്ക് വരാനുമായിട്ട് ഈ ഒരാഴ്ച നമുക്കറിയാം. ഇപ്രാവശ്യം സബ് ഗ്രൂപ്പ് മീറ്റിംഗ് അതാണല്ലോ, പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാ. അപ്പം ഈ ആഴ്ച എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയാനും
വാരദാന ഫലങ്ങൾ കൊണ്ടൊക്കെ അങ്ങോട്ട് നിറഞ്ഞ് ശരിക്കും നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് നല്ല വൈബ്രന്റ് ആയിട്ട് നമ്മൾ ലോക സുവിശേഷവൽക്കരണത്തിന് സഭയുടെ ദൗത്യത്തിൽ ഫലപ്രദമായിട്ട് പങ്കുകൊള്ളാൻ ഇടയാകത്തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്കുണ്ടാകട്ടെ. നമുക്ക് എല്ലാവർക്കും വേണ്ടി പരസ്പരം പ്രാർത്ഥിക്കാം. നമ്മൾ നിറയാൻ തീഷ്ണതയോടെ ദാഹിക്കാം. അതിനായിട്ട് ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. സുവിശേഷവൽക്കരണത്തിന്റെ മുഖ്യ പ്രവർത്തകനായ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വളരെ ലളിതവും വ്യക്തവും ചുരുങ്ങിയ വാക്കുകളിലും വ്യക്തമാക്കി തന്ന ആലിസൂട്ടി ആന്റിക്ക് ഹൃദ്യമായ നന്ദി. ഇനി കുറച്ച് അനൗൺസ്മെന്റുകളാണ്. എല്ലാ ദിവസവും സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്ന വേർഡ് ഓഫ് ദി ഡേ നിങ്ങളെ എങ്ങനെ സ്പർശിച്ചു എന്ന് ഒരു വോയിസ് മെസ്സേജായി സബ് ഗ്രൂപ്പിൽ എല്ലാവരും പോസ്റ്റ് ചെയ്യണം. നമ്മുടെ ഇൻവോൾവ്മെന്റ് എത്രമാത്രം ആത്മാർത്ഥതയോടെയാണോ അത്രമാത്രം ഈ കോഴ്സിന്റെ ഫലം ആസ്വദിക്കാൻ നമുക്ക് കഴിയും എന്ന കാര്യം ഓർക്കുമല്ലോ. ജൂൺ മാസം 7 മുതൽ 12 വരെ മിസിയോ ഭവനിൽ വെച്ച് ഇംഗ്ലീഷിൽ റെസിഡൻഷ്യൽ കോഴ്സ് നടത്തപ്പെടുന്നു. പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ ദയവായി 9061954230 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ബാംഗ്ലൂരിൽ ആലിസാൻജിയുടെ നേതൃത്വത്തിലുള്ള മിസിയോ ടീം ഇപ്പോൾ അഷ്ടസൗഭാഗ്യങ്ങളെ കുറിച്ചുള്ള ബിയാറ്റിറ്റ്യൂഡ്സ് 3 ദിവസത്തെ ക്ലാസുകൾ നൽകുന്നു. നാളെ ധർമാരാമിൽ വെച്ച് മാണ്ഡ്യ രൂപതയിലെ മതാധിപർക്കായി മിസിയോയുടെ ദൗത്യത്തെക്കുറിച്ചുള്ള ഒരു സെമിനാറും നടത്തപ്പെടുന്നു. മിസിയോ ഭവനിൽ 1-2 ദിവസം വന്ന് താമസിച്ച് നിത്യാരാധനയിൽ ഇരുന്ന് ഭാരത മിഷന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറുള്ളവർ ദയവായി അറിയിക്കുക. കുടുംബമായോ അല്ലാതെയോ വരാവുന്നതാണ്. സമാപന ആശീർവാദത്തിനും പ്രാർത്ഥനയ്ക്കുമായി സേവ്യർ മാന്തരാച്ചനെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. മാതൃരക്ഷൻ ഇല്ല, ബിഷപ്പിന്റെ ആശീർവാദം നമുക്ക് ലഭിച്ചതല്ലേ. മേഴ്സി പാട്ട് പാടിക്കോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ.